എടാ പപ്പ നിന്നെ വിളിച്ചായിരുന്നോ? ആ നേരത്തെ വിളിച്ചായിരുന്നു. അവരെവിടെ എത്തിന്നാ പറഞ്ഞേ? ഇവിടെ എത്താൻ എന്തായാലും രാത്രിയാവും. 3 വർഷമായി അവളെ ഞാൻ കണ്ടിട്ട്. അപ്പൊ ഞാനോ ശവം. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നാ. അവള് നമ്മളെയൊക്കെ വിട്ട് അമേരിക്കക്ക് പഠിക്കാൻ പോയതും ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നതും. ഏതായാലും അവള് തിരിച്ചെത്താൻ പോവല്ലേ. അതെ, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. അവളിവിടെ വന്നു കഴിഞ്ഞാല് അവളോട് കുറച്ച് ബഹുമാനത്തോടൊക്കെ ഒന്ന് സംസാരിക്കണം. നിന്റെ ഭാവി എഴുത്തിയമ്മ എന്നുള്ള ഓർമ്മ വേണം നിനക്ക്. എന്തോ എഴുത്തിയമ്മയോ? ആര്? അവളോ? അല്ലാതെ പിന്നെ നിന്റെ ഏട്ടന്റെ ഭാര്യ എഴുത്തിയമ്മ തന്നെയല്ലേ വിളിക്കണ്ടേ? എങ്ങനെ? എടാ മോനെ, അവള് എനിക്കുള്ളതാ. അതുകൊണ്ട് അവളെ വളയ്ക്കാൻ വേണ്ടി വെച്ച വെള്ളം അടുപ്പത്തുനിന്ന് അങ്ങ് മാറ്റി വെച്ചേക്കിട്ടാ. എടാ, ഞാനല്ലേ മൂത്തത്, അപ്പൊ എനിക്കല്ലേ ആദ്യം കല്യാണം ഉണ്ടാവുക. അപ്പൊ ഞാൻ മമ്മീനോട് പറയും എനിക്ക് അവളെ തന്നെ കിട്ടിയാ മതിന്ന്. അപ്പൊ ഞങ്ങളുടെ കല്യാണം നടക്കും. അതിന് നിനക്ക് 40 വയസ്സ് കഴിയാതെ കല്യാണ യോഗമില്ലല്ലോ. 40 വയസ്സോ? നിന്റെ ജാതകത്തിൽ അങ്ങനെയാന്ന് മമ്മി പപ്പയോട് പറയുന്നതേ ഞാൻ ഒളിച്ചിരുന്ന് കേട്ടതാ. അപ്പൊ ഒന്ന് പോടുവേ. മൂക്കി പല്ല് വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എന്തിനാ? ഞാനതിന് മുന്നേ കിട്ടും, അവളെ തന്നെ കിട്ടും. അതെങ്ങനെ ശരിയാവാനാ? അവളത് ഇത്ര വലിപ്പുണ്ടായപ്പോ മുതലേ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതാ. അത് മാത്രല്ല, ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ രാജാവ് റാണി കളിക്കുമ്പോ എപ്പോഴും അവളായിരുന്നു എന്റെ റാണി. ഇപ്പോഴും കണ്ണടച്ച അവളുടെ മുഖം മനസ്സിലായി, എന്റെ കുക്കിമോളുടെ. അതിന് നീ വലിയ ട്രൗസർ ഇട്ട് നടക്കണ കാലത്ത് രാജാവും റാണിയും കളിച്ചൊന്നും അവക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവൾ അതൊക്കെ എന്നേ മറന്നു കാണും. അത് ഓർമ്മയില്ലെങ്കിൽ വേണ്ട, എന്റെ കുറെ ഓർമ്മകൾ വേറെ ഉണ്ട്. നിനക്കറിയോ, പണ്ട് ഞാൻ പനി കാരണം സ്കൂളിൽ പോകാതിരുന്നപ്പോ അവളെന്റെ ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ എന്താ പറഞ്ഞെന്ന്? എന്താ പറഞ്ഞേ? ഞാൻ രാത്രി കിടക്കമുള്ളിയേന് അപ്പച്ചനെ എന്നെ ഓടിച്ചിട്ട് തല്ലിയെന്ന്. എന്നിട്ട് പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ എല്ലാവരും അതും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അവളാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാഗത്തില് ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ല അവള്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് കിട്ടുന്നുണ്ടെങ്കിൽ അവളെ തന്നെ കിട്ടുമെന്ന്. നല്ല ബെസ്റ്റ് ഓർമ്മ. ഇതും കൊണ്ടൊക്കെ ചെന്നാലേ അവള് നിന്നെ ചൂലെടുത്തടിക്കും. അതിനൊക്കെ ഞങ്ങളുടെ മെമ്മറീസ്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരും അറിയാണ്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പപ്പയുടെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുക്കാൻ നോക്കിയതാ എന്റെ മോനെ. അവളത് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവളത് നേരെ പോയി പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്ന് പപ്പ എന്നെ തെങ്ങിന്റെ മൂട്ടി കെട്ടിയിട്ട് ഒറ്റയടിയാ. ഇപ്പോഴും ഉണ്ടാ പാട്. അത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇത് നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെന്ന്. അല്ല, അവരെത്താനായിട്ടുണ്ടാവില്ലേ? നമുക്കിന്ന് താഴെ പോയാലോ? എടാ മണ്ട, വെറുതെ അല്ല നിന്നെ എല്ലാവരും തിരിച്ചിട്ട് പോകും. എടാ, അവൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് അവൾക്ക് തോന്നരുത്. ഓക്കെ, നമ്മൾ കാഷ്വൽ ആയിട്ട് വേണം ചെല്ലാൻ. അവൾ വരുമ്പോ നമ്മൾ താഴെ പോയി നിന്നാ അവൾ വിചാരിക്കും നമ്മൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെ തോന്നിയാ നമുക്കൊരു വിലയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ നമ്മള് രാത്രിയിലെ ഡിന്നർ പാർട്ടിക്ക് വേണം അവളെ കാണാൻ. അതുവരെ അവളെ കാണരുത്. ഓക്കെ? ഓക്കെ. നമ്മൾ വീട്ടിലെത്തിയോ സുഖേട്ടാ? അളിയനെ പറ്റിച്ച് വീടങ്ങ് പൊളിച്ച് വിൽക്കണം. എന്റെ ചേട്ടനെ പറ്റിച്ചാലുണ്ടല്ലോ വിഷം വെച്ച് കൊല്ലും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഹോബി. എനിക്കിനി വയ്യ. നീ കരിഞ്ഞ ഉണക്കത്തേങ്ങ പോലെ അയലോടി പെണ്ണെ. ഉണക്കത്തേങ്ങയോ? അവളിങ്ങനെ കളിയാക്കാതിന്റെ ജീനി. ചേട്ടത്തി, എന്തൊക്കെ എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ? അല്ല, പിള്ളേരൊക്കെ എന്തേ? അവന്മാരിപ്പത് ഇവിടെ ഉണ്ടായിരുന്നോ? വിശേഷങ്ങളൊന്നും പറയണ്ടേന്ന് നാത്തൂനെ. നമ്മൾ അപ്പുറത്തേതിലെ സരളയുടെ മോളില്ലേ? ഞാൻ 10 തൊട്ടിപ്പോ കളിയാക്കിയവളല്ലേ? അവള് തന്നെ. അവളെ പത്രിടാൻ വരുന്നവന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോയി. എന്റെ അമ്മേ, എനിക്ക് വയ്യ. ശരിക്കും എനിക്ക് സന്തോഷായി. വിളിച്ചോട്ടം. ഞാൻ എന്റെ ജിമ്മിക്ക് വേണ്ടി അവളെ ആലോചിക്കാൻ ചെന്നപ്പോ അവള് പറയാ സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലാതെ അവളുടെ മോളാർക്കും കെട്ടിച്ചു കൊടുക്കില്ല. കെട്ട മോളൻ അവളെക്കാളും ഹൈറ്റ് വേണം, അവളെക്കാളും നിറം വേണം, അവളെക്കാളും സൗന്ദര്യം വേണം. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? ഇത്രയും ലുക്കുള്ള എന്റെ മോനെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ലാസ്റ്റ് കെട്ടിയത് ആ മരമാക്രീനെ. ഇനി അവളുടെ പൊങ്ങച്ച പറച്ചിൽ കേൾക്കണ്ടല്ലോ. അതെ അതെ, ഈ പെണ്ണുങ്ങളും കൂട്ടം കൂടി അവിടെ പിന്നെ പരദൂഷണം പറച്ചിലുണ്ടാവും എന്ന് പറയണത് വെറുതെ അല്ല ലളിയ. ഇത് മനുഷ്യ, നിങ്ങൾ റൂമിലേക്ക് വട്ടം, നിങ്ങൾക്കുള്ളത് അവിടെ നിന്ന് തരാം. പപ്പയുടെ കാര്യം തീരുമാനായി. എന്തോ പോര് നാത്തൂനെ. പോടി. എന്നാലും എന്റെ അളിയ, എന്തിനാ നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചെന്നത്?
ഒന്നില്ലേലും 10 കൊല്ലം ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ല നമ്മള്. സന്യസിക്കാൻ എങ്ങാനും പോയാ മതിയായിരുന്നു. എന്റെ അളിയ അവളെങ്ങനെ പേടിക്കാതെ, നീ എന്നെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് ജീന് പോവില്ല. മനുഷ്യ, നിങ്ങൾ ആ പെട്ടിക്കെടുത്ത് മോള് കൊണ്ട് വെക്കുന്നുണ്ടോ? വെറുതെ വാചകം അടിച്ചോണ്ടിരിക്കുക. ഇതാ വരുന്ന ജീന് മോളെ. അത് എന്ത് സാധനറിയാ നീ? A few moments later. കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴാ സമാധാനായത്. ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഒരു നല്ല സെൽഫി എടുത്തങ്ങിടാം. മുടി മുടി ശരിയാക്കട്ടെ. മുടി ഉണങ്ങിയിട്ടില്ല. ഇവിടെ കിടക്കും. സുന്ദരിയായി. അയ്യോ, ലിപ്സ്റ്റിക് ഇട്ടില്ല. വഴിയുണ്ട്. ചകന്നു. നമ്മളോടാ കളി. എന്നാൽ ഈ ജിമ്മി ചേട്ടനും ഈ കൂട്ടുകാരനും എവിടെ പോയതാ? ഒരു വിവരമില്ലല്ലോ രണ്ടെണ്ണത്തിന്റെയും. ആരാ അത്? ആ ജിമ്മി ചേട്ടനായിരുന്നോ? ഞാൻ ഇപ്പൊ വിചാരിച്ചുള്ളൂ. നിങ്ങൾ രണ്ടാളും കണ്ടില്ലല്ലോ. എന്താ മോളെ പരിപാടി? ഞാൻ ഇൻസ്റ്റയിൽ ഇടാൻ ഒരു പിക്ക് എടുക്കായിരുന്നു. എന്താ പാടി? നമുക്ക് രണ്ടാക്കും കൂടെ ഒരു പിക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട. നമ്മൾ രണ്ടാളും കൂടെ കേട്ടാലേ എന്റെ ഫ്രണ്ട്സ് പിന്നെ കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങും. ആരാ, എന്താ, എങ്ങനെ, എന്തിനാ? നിന്നെ കെട്ടാൻ പോണെന്നാന്ന് പറയടി. അല്ല, ഫോട്ടോ അല്ലേ? അല്ല, വീക്കുട്ടേട്ടനെന്തേ? അവനവിടെ റൂമിലിരുന്ന് പബ്ജി കളിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് നമുക്ക് കുക്കിനെ പോയി കാണാൻ. അവനില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? ആടി, അവനിപ്പോ ഏത് നേരം പബ്ജി പബ്ജി പബ്ജി. ശരിക്കും? അല്ലെങ്കിൽ നീ ഇവനോട് ചോദിച്ചു നോക്ക്, എന്താ നിന്നെ കാണാൻ വരാൻ. Meanwhile. സമയം എത്രേ? 9:30 അവരിപ്പോ വന്നിട്ടുണ്ടാവുമല്ലോ. ഒന്ന് പോയി കണ്ടാലോ? അല്ല വേണ്ട, അപ്പൊ ഞാൻ പോയി കണ്ട എന്റെ വില പോകുന്നല്ലേ അവൻ പറഞ്ഞത്. അല്ല, അവളെ റൂമിലൊന്ന് പോയി കണ്ടാലോ? മോശാവോ? ഏയ്, എന്ത് മോശം? പോണോ? അല്ല വേണ്ട, പോയാലോ? രണ്ടു കൽപ്പിച്ചങ്ങ് പോയേക്കാം. ഈ തുണിയൊക്കെ എങ്ങനെ വെച്ചേക്കുന്നേ? അത് മടക്കി വെക്കാൻ വേണ്ടി വെച്ചതാ. ആണോ? എന്നാ ഞാൻ മടക്കി തരാം. അതൊക്കെ ഞാൻ ചെയ്തോളാണേ. ഇതൊക്കെ സിമ്പിൾ അല്ലേടി. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓ, അവളിപ്പോ എന്ത് ചെയ്യാവും? ആരടാ അവിടെ? അയ്യോ, ഇത് ഞാനെന്റെ മമ്മി. ആരെ കഥകൾ മുട്ടിയേ? അത് ഞാൻ നോക്കാം. ഓക്കെ. മമ്മി, നീ എന്താ? അത് ഞാൻ കുക്കിനെ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്ന. അതൊക്കെ ഞാൻ വിളിച്ചോളാം. വന്നേക്കുന്നവ. അമ്മായി, ഇതെന്താ പരിപാടി? സെൽഫിയാണോ? എന്നെടുക്കാം. അടിപൊളി. മമ്മി, സെൽഫിയില് മമ്മീനെ കാണാൻ 10 വയസ്സ് കുറഞ്ഞതും അറിയുന്നു. അല്ല, നീ ഇതുവരെ പോയില്ലേ? അല്ല, മറ്റവരെന്താ അവിടെ പുറത്ത് വട്ടം കറങ്ങി നിൽക്കുന്നേ? അരുവിയോ? ഞാൻ വന്നപ്പോ ഉണ്ടാവും അതിലിങ്ങനെ ചെവിയും കുറിപ്പിച്ച് നിക്കണു. ഒളിഞ്ഞുനോട്ടം പണ്ടേ അവന്റെ ഒരു വീക്ക്നെസ്സാ. എനിക്ക് വയ്യ. കുട്ടിയുടെ പബ്ജി ഒക്കെ കഴിഞ്ഞോ? പബ്ജിയോ? അരുവിയോ? നീയാണോ അതൊക്കെ പറഞ്ഞത്? ഞാൻ ചുമ്മാ എന്റെ കൊച്ചിനെ പറഞ്ഞാലുണ്ടല്ലോ വന്നേക്കുന്നവൻ. മമ്മി, പ്രിൻസിപ്പാളെ മൂക്ക് രാവിലെ കൂടെ തന്നെ നിന്നെ കോളേജിൽ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ചുമ്മാ പറയാ. എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട. അങ്ങനെ തമാശ പറയില്ല മമ്മി. എന്നിട്ട് മറ്റവരിട്ട് പാര വെക്കാൻ നിൽക്കാതെ. എനിക്ക് വയ്യ. ഇത്തവണ എന്തായാലും അവളെ കാണണം. ജിമ്മി ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയാം. ആരും കാണല്ലേ? റെഡി 1 2 3. ഹെഡി കുക്കി, ആരാ വന്നേ നോക്കി. എടാ ചതിയാ. ഹലോ ബ്രദർ. ഹായ്. ഹായ് കുട്ടേട്ടാ. ഹലോ. ഹായ് കുക്കി. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? പിന്നല്ലാതെ. പബ്ജി ഒക്കെ കഴിഞ്ഞളിയാ. നീ കണക്ക് കൂട്ടി വെച്ചോടാ പാരെ. ഇതൊന്നും മമ്മിക്ക് എന്നാ പിടിച്ചോ. താങ്ക് യു. മമ്മി പുറത്തെ ഒരു കള്ളനെ കണ്ടു എന്ന് പറഞ്ഞു. നീ കണ്ടായിരുന്നോ? കള്ളനിന്റെ മതിയടാ. ഇതെന്താ? എടത്തിണ്ട്, നീ അവളുടെ കൂടെ പിക്കും എടുത്തോ? എല്ലാരും എന്നാ താഴേക്ക് പോര്, ഞാൻ പോയി ഫുഡ് എടുത്ത് വെക്കാം. ഓക്കെ മമ്മി. ഓക്കെ അമ്മായി. ഒന്നിറങ്ങി പോടാന്നറി. ടേക്ക് ഇറ്റ് ഈസി ബ്രോ. അപ്പൊ ഒന്ന് താഴേന്ന് കാണാം. ഓക്കെ. എന്നാ ശരി. ശവം പോയി കിട്ടി. അതെ, അവൻ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഏത് കാര്യം? അല്ലേ, എങ്ങനെയുണ്ട് നോക്കി? അടിപൊളിയായിട്ടുണ്ട്. അല്ലെ, കള്ളനും പബ്ജിയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, നീ കുട്ടേട്ടൻ അവിടെ പോയിരു. ഓക്കെ. അതാണോ? അത് നീ വിശ്വസിച്ചിട്ടില്ല. നീ ആണോ? ഇത്ര നേരം എന്താ എന്നെ കാണാൻ വരാഞ്ഞേ? ഞാനോ? ഞാൻ വിചാരിച്ചു എയർപോർട്ടിലേക്ക് വീക്കുട്ടേട്ടനും വരുമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ വീക്കുട്ടേട്ടനെ കണ്ടില്ല. ഇത്ര നേരം എവിടെയായിരുന്നു? എന്താ കാണാൻ വരാഞ്ഞേ? അത് പിന്നെ കുക്കിമോളെ കൂട്ടി കഴിക്കാൻ വാ. അമ്മ വിളിക്കുന്നു. നമുക്ക് താഴെ ചെന്നാലോ? ഞാൻ കണ്ടുപിടിച്ചോളാം. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ
ഇങ്ങോട്ട് വരട്ടെ രണ്ടെണ്ണം വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. പെറ്റ തള്ളയുടെ പിറന്നാൾ പോലും ഓർമ്മയില്ലാത്ത രണ്ട് മക്കള്. മക്കളുടെ കാര്യം പോട്ടെ, ജൂൺ 8 പോലും എന്റെ ബർത്ത്ഡേ ആണെന്ന് ഓർമ്മയില്ല. അതെങ്ങനെയാ? ഇപ്പൊ എന്നെ പറ്റി ആലോചിക്കാനൊന്നും അങ്ങനെ നേരമില്ലല്ലോ. അങ്ങോട്ട് മുറി എന്റെ പാലേ. ഇപ്പൊ വരും അമ്മാര് ചായം ചോദിച്ചോണ്ട് ചായയിൽ ഉപ്പിട്ട് കൊടുക്കും ഞാൻ. പണ്ട് പ്രേമിച്ചടഞ്ഞിരുന്ന കാലത്ത് ഒരു മറവിയില്ലായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും കറക്റ്റ് ആയിട്ട് ഗിഫ്റ്റും കൊണ്ട് എന്റെ മുന്നിൽ വരുമായിരുന്നു. ഇന്നിപ്പോ എന്നെ ഒന്ന് വിഷ് പോലും ചെയ്തില്ല. അതെങ്ങനെയാ? ഓർമ്മ ഉണ്ടാവണ്ടേ? കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ബർത്ത്ഡേ മറന്നു, ആനിവേഴ്സറി മറന്നു, എല്ലാം മറന്നു. ലാസ്റ്റ് എന്നെ തന്നെ മറക്കുവാകും. ഉപ്പും പാത്രം എവിടെയാ? ഒന്നും വെച്ചെടുത്ത് കാണില്ല. ഇന്ന് വരട്ടെയല്ല, ഒറ്റൊന്നിനൊന്നും ഭക്ഷണമില്ല. വേണ്ട, ആരും എന്നെ വിഷയണ്ട. അച്ഛനും മക്കൾക്കൊന്നും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ. എന്റെ ഈശ്വര, ഈ അടുക്കള കിടന്ന് നരകിക്കാനാണോ എന്റെ വിധി? ഇവിടെയാണല്ലോ ജാമിന്റെ പുതിയ കുപ്പി വെച്ചത്. ഈശ്വര, ഈ ജിമ്മി അതും എടുത്തു കഴിച്ചോ? ഇവരെ കൊണ്ട് ഞാൻ നാത്തോരും കുക്കിമാളൊക്കെ വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കി വെക്കാം. ഈ പിള്ളേർ ഇതുവരെ എണീറ്റില്ലേ? എടാ ജിമ്മി, വി ഒന്ന് എണീറ്റ് വരുന്നുണ്ടോ? രണ്ടായിരുന്നു പോത്ത് പോലെ കിടന്നുറങ്ങിക്കോളൂ രണ്ടായിരുന്നു. എന്താ അവിടെ? മമ്മി എന്തിനാ രാവിലെ തന്നെ കിടന്ന് കാറുന്നത്? എടാ വീ സ്വപ്നായിരുന്നു. സ്വപ്നത്തിലും സൂര്യൻ തരില്ല പന്നി. എന്താടാ പബ്ജിയില് പിന്നെ നീ വെടികൊണ്ട് ചത്തോ? അതൊക്കെ മേലെ. മമ്മി എന്തിനാ കിടന്ന് കാറിന്ന് പോയി നോക്ക്. പിന്നെ ഞാൻ കുളിക്കാൻ കയറിയെന്ന് പറഞ്ഞേക്ക്. ശരി. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോലും പോകാൻ പറ്റിയിട്ടില്ലെന്ന്. മമ്മി ചായ വേഗം എടുത്ത് കുടിക്കടാ. മമ്മിക്ക് എന്താ പറ്റിയ? മറ്റവനെന്താ എഴുന്നള്ളാനായില്ലേ? അവൻ പിന്നെ അവിടെ തന്നെ കടന്നു. അവന്റെ ഒരു ഉറക്കം ശരിയാക്കി തരാൻ. ഇതിപ്പോ എന്താ പറ്റിയേ? ജീനി മോള് ഇന്ന് വാ, നിങ്ങൾ തേനെ പാലെന്ന് പറഞ്ഞു. പുള്ളി പിന്നെ വേണ്ട എന്നോട്. ഇന്നെന്താ പൊള്ളാനായിട്ട് നടക്കുകയാണ്? ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജീനി. എന്റെ മനുഷ്യ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയല്ല, ശനിയാ നിങ്ങൾക്ക്. കണ്ടക ശനി കാണിച്ചു തരാം ഞാൻ. എന്റെ ബർത്ത്ഡേ എന്ന് പോലും നിങ്ങൾ മറന്നുപോയി അല്ലേ? അയ്യോ പെട്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജീനി മോളെ. എന്റെ ഫ്രണ്ട്സ് അടക്കം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. വേഗം സ്റ്റാറ്റസ് ഇട്ടേക്ക, അല്ലെങ്കിൽ അത് മതി. ഇന്ന് തന്നെ ജീനി മോൾക്ക് ഫുൾ റെസ്റ്റ്. ഉച്ചക്കുള്ള സദ്യയൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ നോക്കിക്കോളാം. കാണാം. വേഗം ഉള്ളി അരിഞ്ഞ് ജനീന സൂപ്പിട. സവാള കണ്ണന്ന് വെള്ളം വരുന്ന. നിങ്ങൾ എന്തിനാ മനുഷ്യ ഈ ഉള്ളിയൊക്കെ അരിയുന്നേ? ഇതാ അവിയലിന്. അവിയലിൽ ആരെങ്കിലും ഉള്ളിയൊക്കെ ഇടുവോ? ഇതേ ക്യാരറ്റ് ആദ്യം തൊലി കളയണം. ആ സാധനം വെച്ചങ്ങ് ചൊരണ്ട്. മനസ്സിലായി. ഇങ്ങനെ ഒരു കിട്ടിയതാണെന്ന് എനിക്ക് കിട്ടിയത്. ഈശ്വരാ, ഈ പിങ്ക് കളർ ബലൂൺ അമ്മായിക്ക് കൊടുക്കാം. അമ്മായിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടം. നല്ല ക്യാരറ്റ് എടുത്ത് ജ്യൂസ് അടിച്ചാലോ? വേണ്ട, ജീനിനെ കൊല്ലും. ഒരു ചായ ഇട്ടോ? നീ വന്നോ? ഏട്ടത്തി, ഹാപ്പി ബർത്ത്ഡേ. എന്തെങ്കിലും ഹെൽപ്പ് വേണം? വേണ്ട, ഇന്ന് ഏട്ടൻ ചെയ്തോളൂ. ഓക്കേ, നടക്കട്ടെ. പൊടി മമ്മി, ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ എന്റെ മമ്മിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സന്തോഷായില്ലേ? ശരി, ചെറുക്കനൊരു കാര്യം. എന്നാ 2000 രൂപ എടുത്തേ. 2000 രൂപയോ? ഒന്ന് പോടർക്ക. 2000 രൂപയ്ക്ക് എനിക്കൊരു പുതിയ പട്ടുസാരി വാങ്ങാൻ. അമ്മയുടെ പട്ടുസാരി കഴിഞ്ഞ ആഴ്ചയല്ലേ നീ എന്റെ കയ്യിൽ 1000 രൂപ കൊണ്ടുപോയത്? അത് ചെലവായി പോയി. അല്ല, എന്താ സ്പെഷ്യൽ? അതാണ് വെക്കി. ഒന്ന് നോക്കട്ടെ അമ്മേ. ചിക്കന്റെ ഒരു കാര്യം. അടിപൊളി. എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാവും വിചാരിച്ചു. ഒരു രക്ഷയില്ല. അല്ല ചായ? അയ്യോ വേണ്ട, ഞാനോട് കളിക്കരേണ്ടി വരും. അമ്മായി, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. രസമാകുമ്പോ ഇച്ചിരി കൂടെ നല്ലതാ. ഇത് രസമല്ലേ? കാപ്ചീനോയാ? വെറുതെ അല്ല ചീഞ്ഞു പോയത്. ഞാൻ പോയി ജിമ്മി ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം. അതാ നല്ലത്. നീ പെണ്ണെ, നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ? എന്ത് ചോദ്യം ജിമ്മേട്ടാ? ശരിക്കും? പിന്നല്ലാതെ. മമ്മി പറഞ്ഞു നീ പുതിയ സ്റ്റൈലിലെന്തോ രസം ഉണ്ടാക്കിന്ന്. ഇതൊക്കെ എന്ത്? എന്നാ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം ഗ്ലൗസ് ഇടാം. ഗ്ലൗസ് ഒക്കെ വേണോ? ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ എന്റെ കൈയൊക്കെ ആകെ ഹാഷാവും. ജിമ്മി ചേട്ടനും ഇട്ടോ? ഞാനിടണോ? ഇട്ടോന്നേ. ഓക്കേ. കൈ കാണിച്ചേ. എന്നതൂടെ ഇട്ടുതരാം. കിട്ടാത്തെ അപ്പൊ ആരെങ്ങാനും ഇവിടെ ഉണ്ടോ? എല്ലാം രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ ഒന്ന് തുറന്നു പറഞ്ഞാലോ? ഇവളെനിക്ക് ഒത്തിരി ഇഷ്ടാണെന്ന് പറഞ്ഞേക്കാം. ഇതിങ്ങനെ ഇപ്പൊ സെറ്റ്.
പിന്നെ നമ്മുടെ നാട്ടില് മുഴുവൻ പൂവന്മാരുടെ ശല്യ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പറഞ്ഞേക്കാം. സലാഡിന് ഉള്ളി, പച്ചമുളക്, പിന്നെന്തായിരുന്നു? അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഗൂഗിൾ ചെയ്താ പോരെ, ഞാൻ ചെയ്യാം. കിട്ടിപ്പോയി. കിട്ടിയോ? എവിടെ നോക്കട്ടെ. സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, തക്കാളി, ഇത്രയുണ്ടോ? ഇത് നമ്മളെ കൊണ്ട് സാധിക്കും. അത് ശരിയാ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തു സാധിക്കും. എന്താ പറഞ്ഞേ? എന്നൊക്കെ പറയണെങ്കിലേ നീ രണ്ടാമതൊരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടി. ഈ ജിമ്മേട്ടന്റെ ഒരു കാര്യം. അല്ല അതുപോട്ടെ, ജിമ്മേട്ടനെ ഉടനെ തന്നെ പിടിച്ച് കെട്ടിക്കാൻ അമ്മയുടെ പ്ലാന്. മമ്മി അങ്ങനെ പറഞ്ഞോ? ഹാനി, അതിനുവേണ്ടി നല്ല കുട്ടികളെ തപ്പി നടക്കുക ഇപ്പൊ. എന്റെ മമ്മിയോ? ഹാനി. കൊള്ളാലോ. പിന്നെ എന്റെ ക്ലാസ് പഠിച്ച നല്ലൊരു കൊച്ചുണ്ട്, നമുക്കൊന്ന് നോക്കണോ? അതോ ഇനി വേറെ വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെന്നും കൂട്ടിക്കോ. ശരിക്കും? എന്നാ പറ, ആരാ? അത് നീ സമയമാവും പറഞ്ഞാ മതി. ജിമ്മേട്ടൻ പറയുന്നേ, ഞാൻ ആരോടും പറയില്ല, സത്യം. എന്നാലിപ്പോ അതാരാകും? നീ ഇങ്ങനെ തല പോഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. പറയുമ്പോ നിന്നോടായിരിക്കും ആദ്യം പറയുന്നത്, പോരെ? ഓക്കെ, എന്നോട് തന്നെ ആദ്യം പറയണം കേട്ടോ. നിന്നോടല്ലാതെ വേറെ ആരോടടി ഞാനിത് ആദ്യം പറയാം. ജിമ്മേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോന്നേ. കുട്ടേട്ടന് വല്ല അഫെയറുണ്ടോ? ജിമ്മേട്ടാ പറയുന്നേ. നിനക്കിത് അവരോട് എന്ന് നേരിട്ട് ചോദിച്ചാ പോരെ? ഞാൻ ജിമ്മേട്ടനോടല്ലേ ചോദിച്ചേ, പറയുന്നേ, ആരെങ്കിലും ഉണ്ടോ? അത് ഇതുവരെ ഇല്ല. ആണോ? സമാധാനായി. ഒന്നുമില്ല. Meanwhile, മോളെവിടെടി? അവള് ജിമ്മിന്റെ കൂടെ കുക്ക് ചെയ്യാ. ജിമ്മിയുടെ കൂടെ കുക്ക് ചെയ്യേ? അപ്പൊ ഞാൻ വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നം? നോ. എടാ ജിമ്മി, നീ ഇത് തീർന്നടാ. എനിക്കിട്ട് പാര വെച്ചിട്ടുണ്ടാവോ? യാ ജിമ്മി, കുട്ടേട്ടാ എന്താടാ? നിന്നെ മാമ വിളിക്കുന്നു. അതിനാണോ നീ കടന്ന് കാറുന്നത്? എന്റെ ഒരു കാര്യം ഡി, ഞാനിപ്പോ വരെ. ഓക്കെ. കുട്ടേട്ട ഇപ്പൊ ഫ്രീ ആണോ? അതെ. എന്നാ എന്നെ ഹെൽപ്പ് ചെയ്യോ? ഇതൊക്കെ ഞാൻ ചോദിക്കണം. ഇവളുടെ ഒരു കാര്യം. നമുക്ക് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്താലോ? പിന്നെന്താ? a few moments later. ഈ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ട് കുട്ടേട്ടൻ എങ്ങടാ പോയേ? നീ എത്തിയോ? കുട്ടേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാന് അടുക്കളയിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഒരു സാധനം എടുക്കാൻ പോയതാ. അതെന്ത് സാധന? എന്നാ വായിലെ ലോലിപ്പോപ്പാണോ? നിനക്ക് വേണോ? എനിക്ക് വേണ്ട, കുട്ടേട്ടൻ കഴിച്ചോ. നിങ്ങൾ ഇത്രയും നേരം എന്താ സംസാരിച്ചേ? ഞാനേ ചെറുപ്പം തൊട്ടേ നോട്ടിട്ട് വെച്ച എന്റെ ചെക്കനെ പറ്റി. അതെ, അതാ എന്താ സംസാരിച്ചെന്ന് പറഞ്ഞില്ല. അതൊന്നുമില്ലെന്നേ. ആണോ? ഞാൻ ഇന്നലെ പഴയ ആൽബമൊക്കെ നോക്കിയപ്പോ നമ്മള് മൂന്നാളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി. ഞാനും കുട്ടേട്ടനും ജിമ്മേട്ടനും കൂടെ. എന്തൊരു മാറ്റല്ലേ നമുക്ക് വന്നേ. ജിമ്മേട്ടൻ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് നമ്മളെ രണ്ടുപേരായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടാവാം. എനിക്കെന്താ നിങ്ങൾ രണ്ടുപേരല്ലാതെ വേറൊരു ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ശരിയാ, എന്ത് രസമായിരുന്നല്ലേ എന്നൊക്കെ.
കുട്ടേട്ടന് ഓർമ്മയുണ്ടോ ഓണപരീക്ഷയ്ക്ക് നമ്മൾ രണ്ടുപേരും കൂടെ പൊട്ടിയപ്പോ ദാമോയുടെ കടയുടെ ബാഗിൽ ഒളിച്ചിരുന്നത്? അത് ഓർമ്മിപ്പിക്കല്ലേ. അന്ന് ജിമ്മിയേട്ടൻ വീട്ടിലെല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാ നമ്മൾ പിന്നെ അവിടുന്ന് പോയെ. ശരിയാ. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഈ ജിമ്മിയേട്ടനാണെങ്കിൽ എല്ലാ കുതിരടിക്ക് നിൽക്കുകയും ചെയ്യും, അവസാനം എക്സാമിന് റിസൾട്ട് വന്നാല് 1ാം സ്ഥാനം കിട്ടുകയും ചെയ്യും. അവൻ പഠിപ്പിയല്ലേ? അല്ല, അമ്മായി പറഞ്ഞു ജിമ്മിയേട്ടൻ പഠിത്തമൊക്കെ നിർത്തിയെന്ന്. ഇത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നു ജിമ്മിയേട്ടൻ എന്തിനാ പഠിത്തമൊക്കെ നിർത്തിയെ? കുക്കിമോളെ എന്തേ മമ്മി വിളിക്കുന്നു. രാവിലെ മുതൽ ചായയും കിട്ടിയില്ല. ഇപ്പൊ അതാ കേക്ക് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരുന്നു. വിശന്നിട്ടും പാടില്ല. കേക്ക് കേക്ക് ഇതെന്താണ് താജ്മഹൽ പണി? മാമ എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. ഇല്ലേ? നീ അതിന് വന്നതല്ലേ? എന്നാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ശരി. പി നംജുന്റെ മകൻ പി ജിമ്മയുടെ കഴിവ് ഇന്ന് ഇവിടെ ഉള്ളവരൊക്കെ കാണും. നമുക്ക് തുടങ്ങിയാലോ മാമ? ഞാൻ എപ്പോഴോ തുടങ്ങി. ഇതെന്താ? ഓ, ഫാമിലി ഫോട്ടോ. കിട്ടി. എനിക്കൊരു ഉഗ്രൻ ഐഡിയ കിട്ടി. ഇതെന്താ മാമ? കേക്കിനകത്ത് മുൾച്ചെടിയോ? തൊട്ട മുള്ളു കുത്തോ? എടാ വെളുപ്പം കാലത്തുണ്ടായവരെ കലയെ അപമാനിക്കല്ലടാ. മാമ നോക്കിക്കോ, ഞാൻ ഇന്ന് ഈ കേക്ക് ഒരു കലക്ക് കലക്കും. മമ്മിയുടെ കൊളായ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചു. മമ്മി ഇങ്ങോട്ട് നോക്കേ, എന്റെ പരിപാടി കണ്ടോ? അവിടെ എത്തി. കൊള്ളാലോടി മോളെ. ഇതൊക്കെ കുക്കിയുടെ മാജിക്കാ. എന്റെ മോളല്ലേ ഒരു സംഭവം. തലക്ക് പറ്റിയ മോള്. എന്തേലും പറഞ്ഞായിരുന്നോ? എന്തിന്റെ ചെവിയാടാ അവക്ക്? കേക്ക് റെഡി, കേക്ക് റെഡി. വേഗം കൊണ്ടുപോടെ, വയറ് കരിഞ്ഞ് തള്ളക്ക് വിളിക്കുന്നു. എല്ലാരും കേക്ക് കുതിക്കോ. എന്റെ ബർത്ത്ഡേക്ക് ഞാനല്ലേ ഊതണ്ടേ? ഇത് ഇപ്പത്തെ ട്രെൻഡ് അമ്മായി. എന്റെ ഏട്ടത്തിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി. അല്ല, ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളാരും എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലേ? ഗിഫ്റ്റ് മമ്മിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയ ഞാൻ ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ മമ്മിക്ക് വേറെ ഗിഫ്റ്റ്? നീ ഇനി വാ തുറന്ന നിന്റെ അടുത്ത് ഞാൻ പുറത്തിടും, പറഞ്ഞേക്കാം. ചളിയും കൊണ്ട് വന്നേക്കുന്നവൻ. എന്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, നിങ്ങളെല്ലാരും കൂടെ പുതുക്കിയെടുത്തിയ കേക്ക്. അയ്യോ എന്റെ മനുഷ്യ, ദാരിദ്ര്യം. അല്ല, ജൂണേട്ടൻ എന്താ എനിക്ക് ഗിഫ്റ്റ് തരുന്നേ? എന്റെ ഗിഫ്റ്റ് ജീനി പറയുന്നിടത്തേക്ക് നമ്മൾ എല്ലാരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നു. ശരിക്കും? അത് പൊളിച്ചു. ബർത്ത്ഡേ മറന്നു പോയതിന് സോറി ജീനി. അതൊന്നും സാരല്ലെന്നേ. ഏട്ടത്തിക്ക് എന്റെ വക ഞാൻ എന്റെ സ്വന്തം കൈയോട് ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എന്റെ കേക്കിനെ കുറ്റം പറഞ്ഞോളാ, അവളുടെ ഒരു ഗ്രീറ്റിംഗ് കാർഡ്. എന്റെ കുക്കിമോളെ അമ്മായിക്ക് എന്താ തരുന്നേ? അമ്മായിക്ക് ഞാൻ നല്ലൊരു മരുമോളെ കൊണ്ട് തരണ്ട്. അതിപ്പോ ഇവിടെ നടി. ആളേക്ക് ജിമ്മേട്ടൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല ജിമ്മേട്ടാ? അയ്യോ, എനിക്ക് വയ്യ. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ പപ്പ, ഞാനിവളോട് ഒരു തമാശ പറഞ്ഞല്ലേ, ഈ മണ്ടിയത്തൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ അറിഞ്ഞോ? ഒരു കോമഡി പറയാനും പറ്റില്ല. അവന്റെ ഒരു കോമഡി. മമ്മിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്റെ ഗിഫ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച മമ്മിയുടെ ഉലുവപാത്രത്തിൽ നിന്ന് 1500 രൂപ കാണാതെ പോയില്ലേ? അത് ആരെടുത്തെന്നറിയൂ? ഞാൻ കുറിക്കെടുക്കാൻ വേണ്ടി വെച്ച പൈസയാ. ആരെടുത്ത്? ഞാൻ പറ. ആളെ ഞാൻ കാണിച്ചു തരുന്നില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അവസാനം ഞാൻ ഒറ്റിക്കൊടുത്തുന്ന ചീത്തപ്പേര് വരും. ആരതെടുത്ത്? എന്റെ കുക്കിയുടെ നടുക്കിരിക്കുന്ന ആളാണ്. എടാ നാറി, ഇതിലും നല്ലത് എന്റെ പേരങ്ങ് പറഞ്ഞൂടായിരുന്നു. എന്നെ കൊണ്ട് ഇത്രയ്ക്കേ പറ്റൂ. എന്റെ ജീനി, ഇന്നത്തേക്കൊന്ന് വിട്ടുകളാ. എടാ ജിമ്മി, എന്നിട്ടാണ് ഇന്ന് 2000 കൂടെ ചോദിച്ചു വന്നേ. എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മതി. അപ്പൊ എല്ലാരും പോയി ഫുഡ് കഴിക്കേ. നല്ല തീരുമാനം. ഫുഡ് കഴിക്കാ. എനിക്ക് വിശക്കുന്നേ. അപ്പൊ ഇന്നത്തെ കലാപരിപാടിയൊക്കെ ഓവർ. ട്രിപ്പ് പോണേ, അജ്ഞാനം പോകുന്നേ. ഇവനിതെന്താ ഇവിടെ കിടക്കുന്നു? മമ്മി എന്താ എന്റെ റൂമില്? നിന്റെ തറയിലാണോ പെറ്റിട്ടത്? എണീറ്റ് പോടാ. ഗുഡ് നൈറ്റ് മമ്മി. എന്റെ ബെഡ് എന്തിയെ? ഇങ്ങനെന്താ പാമ്പോ എഴഞ്ഞിട്ട് പോവാൻ? ഇനി വെള്ളം അടിച്ചെങ്ങാനും പാമ്പായതാണോ? ഇവനിനി അതും തുടങ്ങിയോ? കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ. ഫെയർ ആൻഡ് ലവ്ലി ഹിമാലയ എന്തോന്നാണ് ഇത്? ഫാൻസി കടയോ? എന്റെ ഉണക്കമീൻ ഇതൊക്കെ കൊണ്ടുകൂടെ വെച്ചത്? ഇവളുടെ പണിയാണോ? ഗുഡ് മോർണിംഗ് അമ്മായി. ഇതിൽ വെച്ചെന്റെ ഉണക്കമീൻ ഇവളെങ്ങാനും എടുത്തു. ആകെ 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതും പോയി. അതെ, ഈ ക്രീമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലേ ഡബിൾ എഫക്റ്റ്. അത്രേ രാവിലെ തൊട്ട് മുഴുവൻ തലയിരിഞ്ഞോണ്ടാണല്ലോ. അമ്മായിക്ക് വേണോ? എന്നാ എടുത്തോ. എനിക്കൊന്നും വേണ്ട. വേണ്ട, മുഖത്ത് കുരുവരും പറയാം. എന്നാലും എന്റെ ഉണക്കമീന് ആരും കാണാതെ മാറ്റി വെച്ചതായിരുന്നു.
ട്രിപ്പ് പോകുമ്പോ തുണിയൊക്കെ നല്ല ആസ്വദിച്ച് മടക്കി വെക്കണം. അപ്പോഴേ അതിനൊക്കെ ഒരു വൈബുള്ളൂ. ഇതൂടെ കിടന്നോട്ടെ. ഇനി നാളെ പോവാൻ നേരത്തായിരിക്കും അവന്മാര് പാന്റ് എവിടെ, ബെൽറ്റ് എവിടെ, ഷൂ എവിടെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത്. നിനക്ക് ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചൂടെ? ഒന്ന് വേഗം നാളെ ആയി കിട്ടിയാ മതിയായിരുന്നു. എന്തായാലും ട്രിപ്പ് ഞങ്ങൾ പൊളിക്കും. ശരി, എനിക്ക് വയ്യ. ആഹാ, എല്ലാം വൃത്തിയായി മടക്കി വെച്ച്. വെൽഡൻ മൈ ഗേൾ, വെൽഡൻ. പോയി ബാഗ് എടുത്തിട്ട് വരാം. A few moments later. This is too much. എന്റെ ദേവിയെ, ഞാൻ കഷ്ടപ്പെട്ട് മടക്കി വെച്ച തുണിയാണല്ലതൊക്കെ. ആരുടെ പണി? ആരാത്? അടുത്തതിനി ആരാ? അമ്മായി. എന്തമ്മായി? എടാ കാലമാടാ, നിനക്ക് വേറെ ഒരു സ്ഥലം കിട്ടിയില്ല കിടന്നുറങ്ങാൻ. എനിക്ക് നിന്റെ റൂമിൽ പോയി കിടക്കണം. അപ്പൊ നിന്റെ റൂമല്ലേ? ഇവൻ ഇന്ന് ഞാൻ കൊല്ലും. ഉറങ്ങാനും സമ്മതിക്കില്ല. ഈ വീട്ടിലെന്റെ റൂം ഏതാ? ഇനി ഇതൊക്കെ ഞാൻ രണ്ടാമത് മടക്കി വെക്കണ്ടേ? എനിക്ക് വയ്യ. എല്ലാരും എത്തി. റെഡി? ഓക്കെ. ലുക്ക്, ഇതന്നല്ലേ? കറക്റ്റ്. ഇതാണ് നാളെ നമ്മൾ പോവാൻ പോകുന്ന 2 ദിവസത്തെ ട്രിപ്പിന്റെ ഫുൾ പ്ലാൻ. പറ്റില്ല. 2 ദിവസത്തെ ട്രിപ്പിനാണ് നിങ്ങൾ ബ്ലൂ പ്രിന്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി? അതന്നെ. എന്റെ അളിയ ട്രിപ്പ് ആകുമ്പോ ഒരു 4 ദിവസമെങ്കിലും വേണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും പപ്പേ. 2 ദിവസത്തെ ട്രിപ്പ് ഒന്നും ഒരു ദിവസം ഉണ്ടാവില്ല മാമ. നിർത്ത് നിർത്ത് നിർത്ത്. ഒരു കാര്യം ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ 2 ആഴ്ചക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അതന്നെ ഞാനും പറഞ്ഞത്. 2 ദിവസത്തിനാണെങ്കിൽ ഞാനേ വലിയ ട്രിപ്പ്, നിങ്ങളങ്ങ് പോയാ മതി. മതി മതി, നിർത്ത്. അമ്മേ, ട്രിപ്പിന്റെ ദിവസം കൂട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, 2 ആഴ്ച സമ്മതിച്ചു. ഇന്ന് നമുക്ക് ഒരാഴ്ച ഊട്ടി, ഒരാഴ്ച കൊടൈക്കനാലും. അടിപൊളിയാവും. ഊട്ടി കൊടകാനല്ലൊക്കെ നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. കല്യാണം കഴിഞ്ഞ ശേഷം 2 സ്ഥലമല്ലാതെ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല, അറിയോ? അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. ഞാൻ പറയുന്ന സ്ഥലത്തേക്കേ പോവുള്ളൂ. ശരി. അല്ലടാ, നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? സാധാരണ ഇപ്പൊ ഒരു കൗണ്ടർ അടിക്കേണ്ടതാ. ഒന്ന് പോടാ. അങ്ങനെ നോക്കാതെടി. എന്തോ എവിടെ പോയാലും വേണ്ടില്ല, ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കണം. ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരം. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഇതിങ്ങനെ അതെ അതെ, ശരിയാ. നീ എന്റെ വാച്ച് എടുത്തോ? ഞാനും നിന്റെ പച്ച പാന്റിന്റെ വാച്ച് എടുത്തിടാ. നീ ആവശ്യമില്ലാതെ പറയണ്ട. വാച്ച് വെച്ച പാന്റിന്റെ കളർ വരെ അറിയാം. ഓ, 2 പേരൊന്ന് നിർത്ത്. വാച്ചിന്റെ കാര്യല്ലേ? നീ എടുത്തെന്റെ അവരെ തിരിച്ചു കൊടുത്തേക്ക്. നിനക്ക് പുതിയ വാച്ച് ഞാൻ വാങ്ങിത്തരാം. വാങ്ങി തരുമോ? എന്നാ എനിക്കൂടെ ഒന്ന്. അടിയാ, അതല്ലല്ലോ ഇപ്പത്തെ വിഷയം. നാളത്തെ ട്രിപ്പല്ലേ? ഇന്ന് തന്നെ എല്ലാം സെറ്റ് ആക്കി വെക്കണം. അതെ അതെ. അപ്പൊ പാക്കണ്ടേ? ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ. ട്രിപ്പ് മോഡ് ഓൺ ആയല്ലോ. എല്ലാരും പോയോ? എന്നാ ഞാനുണ്ട്. ഈ ഷർട്ട് കൊള്ളാം. നാളെ പോകുമ്പോ ഇതിട്ടാ രജീനി എങ്ങനെ ഉണ്ടാവും? നീ ഏതെങ്കിലും കിട്ടു പോ മനുഷ്യ. നമ്മുടെ പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധ ഉണ്ടോ നിങ്ങൾക്ക്? എന്തുറ്റി? അത് പറയുന്നേ. അത് ജിമ്മി വെള്ളാടി തുടങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ട്. ഈ പിള്ളേര് കൊള്ളാലേ. ഭാവിയിൽ ഞാനും അതുപോലൊക്കെ ആവുമായി. എന്തൊരു തള്ളാണ് നിന്റെ അച്ഛനെ പോലെ തന്നെ. ഹലോ മമ്മി, നീ ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? ഇതെങ്ങട്ടാ? ചെലപ്പോ പാക്ക് ചെയ്യാൻ കൊണ്ടുപോകും. അവളിപ്പോ എന്താ കൊണ്ടേ? ദേവൂന്ന് പിന്നെ ഇതെങ്ങടാടി ഇതൊക്കെ? ഈ പെണ്ണിന് എന്താ പറ്റി? എന്തൊക്കെയാ ഇവിടെ കൊണ്ടുപോകുന്നേ? അതിനെങ്ങോട്ട് കൊണ്ടുപോവാ? ഉപ്പിലിട. എങ്ങോട്ടാടി കൊണ്ടുപോകുന്നേ? മുടിഞ്ഞ വെയിറ്റ്, തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ട അമ്മായി. മമ്മി, ഇതിന്റെ ബെൽറ്റ് കണ്ടോ? ഇവിടെ അമ്മായിന്റെ കൂടെ കിടക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ നിൽക്കും. ഈ പെണ്ണിന് എന്താ പറ്റിയേ? എന്താ മമ്മി ഇതൊക്കെ? ഇവക്ക് എന്താ പറ്റിയേ? നീ ബെൽറ്റൊക്കെ വലിച്ചെങ്ങട്ടാ? എനിക്ക് എന്റെ കിടക്കെ കിടന്നാലേ ഉറക്കം വരും. ഇതൊന്നും പാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പാക്കിങ്ങോ? ഇവക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടടാ. A few moments later. സോക്സ് വേണം. ഈ തൊപ്പി വേണ്ട, ഓറഞ്ച് തൊപ്പി മതി. ഓക്കെ, ചികിരൊന്നും വേണ്ട, ഇതും വേണ്ട. ഇത് കുക്കി അമേരിക്ക പോകാൻ നേരം തന്നതല്ലേ, ഇതൂടെ എടുക്കാം. ഇത് കാണുമ്പോ അവർക്ക് സന്തോഷാവും. ട്രിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം അവളോട് തുറന്നു പറയണം. എന്നാൽ ഈ പെണ്ണിനെന്ന് എന്താ പറ്റിയേ? ഇത് അവളുടെ ആദ്യത്തെ ഗിഫ്റ്റ്. ട്രിപ്പ് ഒന്ന് കഴിയട്ടെ, എല്ലാം അവളോട് തുറന്നു പറയണം.